നമസ്കാരം. മോഹൻലാൽ നമുക്ക് ആരാണ്? മലയാളികൾക്കെന്നല്ല, സിനിമ കാണുന്ന സിനിമാ പ്രേമികൾക്കപ്പുറം ലോകത്താകമാനുള്ള ജനങ്ങൾ ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് മോഹൻലാൽ. എനിക്കൊക്കെ ലാലുച്ചേട്ടനാണ്. കാരണം ഞങ്ങൾ വൈകുന്നേരം ഷട്ടിൽ കോക്ക് കളിക്കുകയൊക്കെ ചെയ്യുന്ന, പന്ത് കളിക്കുകയൊക്കെ ആ വീട്ടുമുറ്റത്ത് പന്ത് കളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ മുറ്റത്ത് വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ ഞങ്ങൾ പന്ത് കളിക്കാൻ പോകുമ്പോൾ ലാലുച്ചേട്ടൻ്റെ അമ്മ പറയും, മോനെ ഈ ഗ്ലാസ്സുകളൊന്നും അടിച്ച് പൊട്ടിച്ച് കളയരുത് പന്തെറിഞ്ഞ് എന്ന് പറയുന്ന ആ സ്നേഹനിധിയായ അമ്മയുടെ സ്നേഹനിധിയ മകനാണ് മോഹൻലാൽ. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഞങ്ങൾക്ക് മോഹൻലാൽ പത്തനംതിട്ടക്കാരനായിട്ട് അറിയില്ല. ഞങ്ങൾ മുടവൻമോളുകാർക്ക്, പൂജപ്പുര ഞാൻ താമസിക്കുന്നത്, പൂജപ്പുര മുടവൻമോള്, ഞങ്ങൾക്ക് മുടവൻമോളിലുള്ള ആളാണ്. ഞങ്ങൾക്ക് റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു വലിയ ഗ്രൂപ്പാണ്. ആ മുടവൻമോളിലെ കുട്ടികളൊത്ത് ഞങ്ങൾ ശംഖുമുഖത്ത് പോവുക, അവിടെ മണൽപ്പരപ്പിലൊക്കെ കണ്ണൂരുണ്ട്. ലാൽച്ചേട്ടൻ കുട്ടികളുടെ ഇടയിലേക്ക് ചെന്ന് കയറുന്ന ഒരാളാണ്. കുട്ടിക്കാലത്ത് ആ ചെറിയ പ്രായത്തിൽ പോലും അങ്ങനെയാണ്. ഞാൻ മോഡസ് കോളേജിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാൽച്ചേട്ടൻ 10ാം ക്ലാസ്സിലാണ്. സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ഇന്ന് ഞാൻ എന്തിനാണ് ഞാനിതൊന്നും പറയാൻ പ്രധാനപ്പെട്ട ഒരു പ്രധാനക്കാരൻ. അദ്ദേഹത്തിന് ലോകം ആദരിക്കുന്ന അംഗീകാരം കിട്ടി. ആ അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലേ? കാരണം മോഹൻലാലിൻ്റെ നന്മ എന്ന് പറയുന്നത് 1000 പേരുണ്ടെങ്കിൽ 1000 പേരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റും. ഇന്നും ഞങ്ങൾ അമ്മ മരിച്ച് ഈ അടുത്ത കാലത്ത് ഒരു 2-3 വർഷത്തിന് മുമ്പ് കണ്ടപ്പോൾ അമ്മയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, കുടുംബക്കാരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. ആ അന്വേഷണം ഒരു വലിയ കാര്യമാണ്. അദ്ദേഹം എവിടെ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഇത് അന്വേഷിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിനെതിരെ കുടുംബസ്വത്ത് ഇലവന്തൊട്ടയുള്ള അച്ഛൻ്റെ, ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ, വിശ്വനാഥ് സാറിൻ്റെ വീട്ടിലുള്ള ഏതോ ഒരു മനുഷ്യൻ, അയാൾ വന്നിരുന്ന് ലാലേട്ടനെ കുറിച്ച് വളരെ മോശമായി ഇങ്ങനെ പറയുകയാണ്. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥത ഉണ്ടാകുകയാണ്. നിങ്ങൾക്ക് പണം തന്നില്ല, നിങ്ങളില്ലെങ്കിൽ മരിച്ച വീട്ടിൽ വന്നില്ല, നിങ്ങളെ കല്യാണത്തിന് വന്നില്ല, മോഹൻലാൽ ഇങ്ങനെ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ കുടുംബത്തിൽ ഇനി അദ്ദേഹം നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും, അദ്ദേഹം നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പോലും, നിങ്ങളൊരു LIC ഏജൻ്റ് നിങ്ങളാണെന്ന് പറയുന്നു, നിങ്ങൾ 2 ലക്ഷം രൂപ കണ്ട് ചോദിച്ചു, എൻ്റെ എത്ര പൈസ ചോദിച്ചു, വീടിന് ബാധ്യതയുണ്ട്, വീട് വയ്ക്കാൻ പണം ചോദിച്ചു, ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യൻ? നിങ്ങൾ നല്ല നല്ല ചുവന്ന് വെളുത്ത് തുടുത്ത് നല്ല ഇരിപ്പുണ്ടല്ലോ, പോയി ഒന്ന് അധ്വാനിച്ച് ജീവിക്കണം. ഒരാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ പറഞ്ഞ് പണമില്ലാതെ മോഹൻലാലിനെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു ഇതൊക്കെ പറയൂ? മോഹൻലാൽ ഇപ്പോൾ സിനിമാ നടനല്ല, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. നിങ്ങളിത് പറയൂ, ഈ ബന്ധുത്വം പറയൂ? പണമില്ലാത്തവരൊരു ബന്ധുത്വം പറയില്ല. ഇവിടെ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ നല്ല സമ്പന്നനായിരുന്ന കാലത്ത് എനിക്ക് ചുറ്റും നിന്ന ബന്ധുക്കളും, എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും കണ്ടാൽ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. ഒരിക്കൽ ഞാനും ടീച്ചറോട് ഒരു ചെറിയ കടയിൽ കയറി, ചെറിയ ഒരു കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാറ് കൊണ്ട് നിർത്തിയിട്ട് അകത്ത് വന്ന് എൻ്റെ മുമ്പിലിരുന്ന്. ഞാനത് തിരിഞ്ഞു നോക്കാൻ പോയില്ല. കാരണം അയാൾ കൈരളി ജോലി ചെയ്തിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 8 കോടി രൂപയുടെ പരസ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത മനുഷ്യനാണ് അയാൾ. ഏഷ്യാനെറ്റ് ജോലി കിട്ടിപ്പോയി. നമ്മളെ ശ്രദ്ധിക്കുകയും ഇല്ല, കണ്ടുപിടിക്കുകയും നമ്മളെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ആഗ്രഹിക്കണില്ല. അയാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് എഴുന്നേറ്റ് പോയി. നമുക്കൊരു ദുഃഖമുണ്ടോ? എത്രയോ പേര് വന്നു പോകുന്നു. അയാൾ നമ്മളെ അന്വേഷിക്കണമെന്നും നമ്മൾക്ക് അന്ന് സഹായിക്കാൻ പറ്റുമ്പോൾ സഹായിച്ചു. അയാൾ നമ്മളെ അന്വേഷിക്കണമെന്ന് വല്ല നിബന്ധനയുണ്ടോ? മനുഷ്യന് വലിയ ഇരിപ്പിടം ഉണ്ടാകുമ്പോൾ ആ ഇരിപ്പിടമാണ് വലുതെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ലാൽച്ചേട്ടനതല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അദ്ദേഹം ചെയ്ത ഏറ്റവും അപരാധം, നിങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജനിച്ചു പോയി എന്നാണ്. അദ്ദേഹത്തിൻ്റെ 2ാനച്ഛൻ്റെ മോനെ അറിയാം എന്തൊക്കെ പറയുന്നത് കേട്ടു ഞാൻ. നമുക്കത് കേൾക്കുമ്പോൾ ഒരു തരം അസ്വസ്ഥതയുണ്ട് മലയാളികൾക്ക്. എനിക്കെന്നുള്ളതല്ല, മലയാളികൾക്ക്. എന്തിനാണ് അദ്ദേഹത്തെ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഉയർച്ചയും തകർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നത് ആ യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങൾ പോയി അധ്വാനിച്ച് ജീവിക്കൂ. അദ്ദേഹത്തെ മരണത്തിനോ സഞ്ചാരത്തിനോ വരാൻ പറ്റുന്ന അവസ്ഥയുള്ള ആളായിരിക്കത്തില്ല. ഇത്തരം നല്ല ആരോഗ്യമുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? മോഹൻലാലിനെ പോലൊരു മഹാനായ നടനെ, മനുഷ്യനെ നിങ്ങൾക്കറിയോ എന്തെല്ലാം സഹായം അദ്ദേഹം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് എത്രയോ പേര് പറയുന്നുണ്ട്. അദ്ദേഹം വിളിച്ച് പറയാറില്ല ഞാൻ ഇന്നയാളെ സഹായിച്ചു. എന്നെ ഒരിക്കൽ ഒരു മന്ത്രിയായിരുന്ന ഒരാൾ നമ്മളെക്കുറിച്ചൊരു മോശമായ പരാമർശം, നമുക്ക് എല്ലാവർക്കും ശത്രുക്കളുണ്ടാവുമല്ലോ, അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞു, അത് ഇല്ലാത്ത ആളിനെ കുറിച്ച് സംസാരിക്കരുത്. അദ്ദേഹം പണം തരണ്ട, പണം തരുന്നതിനേക്കാൾ വലുതാണ്. ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് ഇവിടെ സംസാരിക്കണ്ട, അത് കളഞ്ഞേക്കൂ എന്ന് പറയാൻ മനസ്സുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഞാനിപ്പോൾ ലാലേട്ടനെ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. ഇടയ്ക്ക് പോകണം എന്ന് പറഞ്ഞു, അന്വേഷിച്ച് വരാൻ പറയൂ എന്ന് പറഞ്ഞു, പോകാൻ പറ്റിയില്ല.
നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ആയുസ്സിനും ആരോഗ്യവും മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് കുറേ പൈസയോ ഞാൻ കഥ എഴുതുന്ന ആളാണ്, ഞാൻ പോയി അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കഥ വായിച്ചു തരാം, എനിക്കൊരു ഡേറ്റ് തരൂ എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വഴി കൂടെ സഞ്ചരിക്കൂ. നിങ്ങളെന്തിനാണ് അദ്ദേഹത്തിന് ഇതൊക്കെ പറയുന്നത്? കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പോയി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് അതൊക്കെ തീർക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ പോയി അദ്ദേഹം മോശമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നല്ല ആരോഗ്യവും സ്വാതന്ത്ര്യമാണ്. ഈ പേര് പറയാൻ വിശ്വാസ സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നതിന് കാരണം ആ അച്ഛന് ജനിച്ച മകനായതുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കൂ. അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അച്ഛനും അമ്മയും നിറസങ്കല്പമാണ് മോഹൻലാലിൻ്റെ മനസ്സിൽ. അമ്മ മാത്രമല്ല, അച്ഛനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യും. അച്ഛനെ പോയി വാദവരാതെ സംസാരിക്കുന്ന അച്ഛനെ എനിക്കറിയാവുന്ന ഒരുത്തനുണ്ട്. അച്ഛൻ്റെ പേരിൽ പ്രതിഷ്ഠ ഉണ്ടാക്കണം, അച്ഛൻ്റെ പേരിൽ അവാർഡ് കൊടുക്കണം. ആ 10 പൈസ ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യനെ ചവിട്ടി തേച്ച് ചൗക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. മരണശേഷം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു അവാർഡ് തരാൻ പോവുകയാണ്. ഞാൻ എന്തിനാണ്? അച്ഛൻ്റെ പേരിലൊരു അവാർഡ്. ഞാൻ കവർ മാത്രമേ തരൂ, പൈസയൊന്നും തരില്ല. ഇങ്ങനെയുള്ള മക്കളുടെ ലോകത്തല്ലേ ജീവിക്കണേ? എന്തിനാണ് മോഹൻലാൽ അച്ഛനെ ഓർമ്മിക്കണേ? അച്ഛനെ അദ്ദേഹം ഓർമ്മിച്ചോളും, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യ എന്തൊരു സഹോദര ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്, കുടുംബത്തിൻ്റെ പേരൂടെ കളയാൻ. നമുക്കത് കേട്ടപ്പോൾ നമ്മളെ പോലുള്ള അദ്ദേഹത്തിനെ അറിയാവുന്ന, മോഹൻലാലിനെ അറിയാവുന്ന ഒരാൾ, അദ്ദേഹം എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്, സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഞാൻ നാളെ മോഹൻലാലിൻ്റെ അടുത്ത് എൻ്റെ കഥയെന്ന് എടുക്കുമെന്ന് പറഞ്ഞ് പോകുന്ന ആളുമല്ല, അദ്ദേഹത്തിനെ ഞാൻ കാണാറുമില്ല. പക്ഷെ നമ്മളറിയാവുന്ന ഒരാളിനെ കുറിച്ച് ഇത്തരം തോന്നിവാസങ്ങളിരുന്ന് വീഡിയോയിൽ കൂടെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം വരും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ. ഒന്നും വേണ്ട, എൻ്റെ ഭാര്യയല്ല കല ടീച്ചർ, ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഒന്നും നിങ്ങളെ വീഡിയോ കേട്ടപ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. അച്ഛനെക്കുറിച്ച് പറയുന്നില്ല, അച്ഛൻ്റെ ബന്ധുക്കളെക്കുറിച്ച് പറയുന്നില്ല, അപ്പുറത്ത് കല്യാണത്തിന് വന്നില്ല. എന്തോ നാല് ദൂരതയത്. മോഹൻലാൽ ആരാണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കൂ. അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ചൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം മലയാളത്തിൻ്റെ അഭിമാനമാണ്, മലയാളികളുടെ അഭിമാനമാണ്. അത് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം. നിങ്ങളെ കുടുംബത്തിലൊക്കെ ജനിച്ചു പോയി നിങ്ങൾക്കൊക്കെ പറയാൻ ഒരാൾ, അതേ ഉള്ളൂ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാപം. മനസ്സിലായോ? അസൂയയും നിങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് 2 ലക്ഷം രൂപ വെച്ച് ചെക്ക് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ അത് വാങ്ങിക്കൂ. ഇപ്പോൾ ഒരാൾ ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന് ഡ്രൈവറായിട്ട് വന്ന ഒരാൾ, അയാളെ വിശ്വസിച്ച് അയാൾ കൂടെ നിന്ന് അയാൾ ഇദ്ദേഹം ആകണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിധിയാണ്. അതായത് ദൈവവിധി അതാണ്. അങ്ങനെ രക്ഷപ്പെടാനുള്ള യോഗം അയാൾക്കുണ്ട്. ആ 100% സിൻസിയാരിറ്റി അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. 100 കണക്കിന് സുഹൃത്തുക്കളുണ്ടായിരുന്നല്ലോ മോഹൻലാലിന്. അദ്ദേഹത്തിന് ഊറ്റി ജീവിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. ആദ്യകാലത്തൊക്കെ നമ്മളിലും നന്മയുണ്ടാകണം. ഒരാൾ സമ്പന്നനായി എന്ന് വിചാരിച്ച് അയാളുടെ അടുത്ത് പോയി പൈസ ചോദിക്കുമ്പോൾ പൈസ തന്നില്ലെങ്കിൽ ഇവരുടെ തോന്നിവാസമല്ല പറയേണ്ടത്. അങ്ങനെ ശരിയല്ല സുഹൃത്തെ. ഇനിയെങ്കിലും നിങ്ങൾ വീഡിയോയിൽ വന്നിരുന്ന് മോഹൻലാലിനെ മോശം പറയരുത്. മോഹൻലാലിൻ്റെ സിനിമ ഓടിയാൽ എന്ത്, ഓടിയില്ലെങ്കിൽ എന്ത്, കോടികൾ വാങ്ങിച്ചാൽ എന്താ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പോയി അധ്വാനിച്ച് ജീവിക്കൂ. ബന്ധുത്വമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധുത്വം ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്നുണ്ടാകണം. അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ പുള്ളി വരാത്ത. ഇല്ലെങ്കിൽ അങ്ങനെ പോണ പോക്കിൽ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്ക്, ഞാൻ സ്നേഹം നിധി കഴിച്ച് 2 ഫോട്ടോ എടുത്തിട്ട് പോകും. അതിന് മോഹൻലാൽ വന്നില്ലല്ലോ. ഇത്തരം വീഡിയോകൾ വന്നിരുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെയും അദ്ദേഹം സഹായിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ആരോടും പറയാറില്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരറിയാം. അദ്ദേഹത്തിന് എങ്ങനെയാണ് പെരുമാറണമെന്നും അറിയാം. നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്ന് വിചാരിച്ചാൽ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ എൻ്റെ കഥയൊന്നും എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതുമില്ല. പക്ഷെ നമുക്ക് അറിയാവുന്നവരെ കുറിച്ച് പറയുമ്പോൾ വേദന തോന്നും. വേദന. ഇവിടെ മുഖം മൂടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, സ്നേഹവും ധ്യാനവും ധർമ്മവും ഒക്കെ പറയുന്നത്. അവരൊക്കെ ചെയ്യണത് എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ട് തന്നെ സംസാരിക്കുന്നത്. മുഖം മൂടിയിട്ട് ചെയ്യുന്ന നടൻ ബൈജു ഉണ്ട്. ഞാനൊരിക്കൽ പണ്ട് സമ്പന്നനായിരുന്ന കാലത്ത് ഒരു ദിവസം ബൈജു എന്നെ കാണാൻ വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദര, ഒരു 10-15 പിള്ളേർക്ക് ഒരു കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു, സഹോദരനും കൂടെ സഹായിക്കണം. ഞാൻ പറഞ്ഞു ശരി. ഞാൻ ഭീമേന്ന് 3 പവനോ 4 പവനോ വെച്ച് ഞങ്ങൾ കല്യാണം നടത്താനായിട്ട് കൊടുത്തു. ആരെങ്കിലും അടുത്തെങ്കിലും പുള്ളി പറഞ്ഞാൽ ഞാനത് ഇപ്പോഴല്ലേ പറയുന്നുള്ളൂ. നടൻ ബൈജു വലിയ മനസ്സുള്ള മനുഷ്യനാണ്, നമ്മൾ തിരിച്ചറിയേണ്ട ആളാണ്, സ്നേഹമുള്ളവനാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഇവിടെ സമൂഹത്തിൽ. കിട്ടുന്ന ഒരു ചെറിയ വിഹിതം കൊടുക്കുന്നവരുണ്ട്. ഇവിടെ എനിക്കറിയാവുന്ന ഒരു മുതലാളിയുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കാറിൻ്റെ നമ്പറിനൊക്കെ കൊടുക്കുന്ന ആൾ. അവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കമ്പനി ജോലിക്ക് പോയി, സമയം തെറ്റിയാൽ 100 രൂപ കുറയ്ക്കും. 1 മണിക്കൂർ തെറ്റിയാൽ
എവിടെയാണ് മനുഷ്യത്വം? ദൈവം വാരിക്കോരി കൊടുക്കും. മോഹൻലാലിന് ദൈവം വാരിക്കോരി കൊടുക്കുന്ന മനസ്സിൻ്റെ നന്മയുള്ളത് കൊണ്ടാണ്, നല്ല കർമ്മങ്ങളുള്ളതുകൊണ്ടാണ്. അമ്മ മാത്രമല്ല, അച്ഛനിലൂടെ ജനിച്ച അച്ഛൻ മരണപ്പെട്ടു പോയി. ആ അമ്മയെ നോക്കുമ്പോൾ അമ്മയുടെ സ്മരണകളിൽ ഭർത്താവുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അച്ഛനുമുണ്ട്. നല്ല മനുഷ്യന്. ഞങ്ങളവിടെ പന്ത് കളിക്കുമ്പോൾ അദ്ദേഹം വൈകുന്നേരം കാറിൽ, സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങൾ പന്ത് കളി നിർത്തും. എല്ലാവരോടും ചിരിച്ചിട്ട് കയറിപ്പോണ അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബന്ധുബലമൊക്കെ പറഞ്ഞു വന്ന് ബന്ധുക്കൾക്ക് വാരിക്കോരി കൊടുക്കാത്തത് കൊണ്ടുള്ള ഈ തോന്നിവാസങ്ങൾ പറച്ചിൽ ദൈവത്തെ സഹോദര ഇനി ചെയ്യരുത്. ഞങ്ങൾക്ക് വേദനയുണ്ട്. മോഹൻലാൽ മനുഷ്യത്വം ഇല്ലാത്തവൻ. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കടം ചോദിച്ചപ്പോൾ തന്നില്ല, ഞാനാണ് ഏറ്റവും മോശം, ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ? നിങ്ങളങ്ങനെ മോശം? നമ്മൾ വയറ് മുറുക്കി കൊടുത്ത് പണി ചെയ്യൂ, അധ്വാനിക്കൂ, മറ്റുള്ളവൻ്റെ ഒന്നും കരുതാതിരിക്കൂ. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതല്ലേ? ഞാൻ രണ്ടാമത് ജീവിതത്തിൽ തിരിച്ചു വന്നത്. അതൊക്കെ നഷ്ടങ്ങളാണ് ജീവിതം. നഷ്ടങ്ങൾ തന്നെയാണ് ജീവിതം. നേട്ടങ്ങളുള്ളതെല്ലാം നഷ്ടപ്പെടേണ്ടത്. ഈ ശരീരം, നിങ്ങളിരുന്ന് നാവെടുത്ത് ഇങ്ങനെ അലക്കുന്നില്ലേ, ആ ശരീരം പോലും നമ്മളിവിടെ ഉപേക്ഷിക്കും. നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകൂ. ശ്വസിക്കുന്ന ശ്വാസം പോലും നമുക്ക് സ്വന്തമല്ല, നമ്മളെ വിട്ടുപോകും. ഇത് ജഡാവസ്ഥയിലാക്കി. എൻ്റേത് എന്ന് പറയാതിരിക്കൂ. കാരണം എൻ്റേതെന്ന് പറയുന്നത് ശരീരം പോലും സ്വന്തമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരമായി ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഓരോ യൂട്യൂബിന് വർധനമുണ്ടാക്കാനായിട്ട്, ആൾക്കാർ കാണാനായിട്ട്, ചാനൽ വർധന ഉണ്ടാകാനായിട്ട്, അവർക്ക് കാശുണ്ടാക്കാനായിട്ട് പോയിരുന്ന മോഹൻലാലിനെ ചീത്ത പറഞ്ഞ് ശീലിക്കരുത്. അത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുന്ന മനസ്സാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ദൈവത്തോട് സഹോദരന്മാർ ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.